ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ തട്ടകത്തമ്പലം, ശ്രീ പാലത്തറ ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഇവിടെ കുറേ കാലങ്ങൾ മുന്നേ തൊട്ടിട്ട് തന്നെ വലിയാറട്ട് മഹോത്സവം അല്ലെങ്കിൽ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ച് വരാറുണ്ട്. ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ ഉണ്ടാവുക. കൂത്തുമ്പളയ്ക്ക് ശേഷം 7ാമത്തെ ദിവസമാണ് ഇവിടെ വലിയാറാട്ടും അതുപോലെ ഭരണി ഉത്സവം, കുംഭഭരണി മഹോത്സവമായിട്ട് ആഘോഷിക്കാറ്. അപ്പം അടിപൊളി മഹോത്സവമാണ് ഇവിടെ. ഇതാണ് അമ്പലം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് വലിയാറാട്ട് മഹോത്സവത്തിലാണ്. അപ്പോൾ ഈ നേരത്ത് നമ്മളുടെ ദൈവത്തിനെ പുറത്ത് കൊണ്ടുപോയി അമ്പലക്കുളത്തിൽ ആറാട്ട് കുളിപ്പിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് കൊണ്ടുവരാറ്. അപ്പോൾ ആറാട്ട് കുളിപ്പിക്കുന്ന കുളമാണ് അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആറാട്ട് കുളിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടതിന് ശേഷമാണ് പിന്നെ ദൈവത്തിന് നമ്മളുടെ അമ്പലത്തിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊട്ടും കുരവയൊക്കെ ആയിട്ട് പഞ്ചവാദ്യത്തോടു കൂടി നമ്മളുടെ അമ്പലത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ കുറേ നേരം നമ്മൾ അത് കൂടെയൊക്കെ ചുറ്റി നിന്നു, ദൈവത്തിനെ കുളിപ്പിക്കുന്നത് കണ്ടു. അതുപോലെ അമ്പലത്തിലേക്ക് ആനപ്പുറത്ത് ദേവിയുടെ എഴുന്നള്ളത്ത് കണ്ടു. പിന്നെ അതിനുശേഷം ദേവീനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് പിന്നെയുള്ള ചടങ്ങ്. അതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വലിയാറാട്ടായത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ചടുത്ത കടകളിലൂടെയൊക്കെ നടന്നു. കുറേ കടകളുണ്ടായിരുന്നു അവിടെ. ഇതാണ് അമ്പലമുറ്റം. ആ ചേട്ടനെ ഞങ്ങൾ എല്ലാ വർഷവും കാണാറുണ്ട്. അവരോട് കുറച്ച് നേരം കത്തിയടിച്ച് നിന്നു. പിന്നെ അതിനുശേഷം കമ്മലുകളൊക്കെ നോക്കി. കടകളിലൊക്കെ ഞാൻ രേഷ്മി കുറച്ച് നേരം കറങ്ങി നടന്നു. അപ്പോൾ ഇന്ന് വലിയാറാട്ട് ദിവസമായിട്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഒരു വൈകുന്നേരം തന്നെ ചാക്യാർ കൂത്ത് ഉണ്ടാവും. ചാക്യാർ കൂത്തിന് ശേഷം അമ്പലത്തിൽ ഡബിൾ തായമ്പക ഉണ്ടാവും. ഡബിൾ തായമ്പകയ്ക്ക് ശേഷമാണ് നമ്മളുടെ ദൈവത്തിനെ നേരത്തെ നമ്മൾ കണ്ട ആറാട്ട് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ, പഞ്ചവാദ്യത്തോട് കൂടിയിട്ടുള്ള ആറാട്ട് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടത്തുന്നത്. അതിനുശേഷം പിന്നെ രാത്രി ഒരു പാണ്ടിമേളം ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് കാളകളി ഉണ്ടാവാറ്. കാളകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം കേട്ടോ. അങ്ങനെ അമ്പലം മറ്റും ചുറ്റിക്കറങ്ങിയ ശേഷം 10:30 ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ 3:30 മണിയാണ്. 3:30 മണിക്ക്, അതായത് വെളുപ്പം കാലത്ത് ഞങ്ങൾ എണീച്ച് പോകുന്നത് ഇനി കാളവേല കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അമ്പലം മുറ്റത്ത് പല ദേശങ്ങളിലായി വരുന്ന വർണ്ണ പകട്ടാർന്ന ഇങ്ങനെ കാളകളും ജീവനുള്ളതിനെ കടത്തി വെട്ടുന്ന ഈ കുഞ്ഞാനക്കുട്ടനും കുതിരയും ഒറ്റക്കാളയും തമ്പോളയും ശിങ്കാരിമേളവും എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. അമ്പലമുറ്റത്തെ എല്ലാ കാളകളും ഞാൻ നിരന്ന് നിൽക്കുന്നതാണ്. എന്ത് രസമാണെന്ന് അറിയോ. കാളകളിക്കൊപ്പം ചൂട് വയ്ക്കുന്ന നാട്ടുകാരുടെ കാര്യം പിന്നെ പറഞ്ഞറിയിക്കുന്നതില്ല. ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. ആഘോഷാരവങ്ങളോടെ ദേശക്കാളകളെല്ലാം അമ്പലം വലം വെച്ച് അമ്പലമുറ്റത്ത് നിരന്നങ്ങ് നിൽക്കും. അപ്പോൾ ഇതാണ് മക്കളെ നമ്മ പറഞ്ഞ കാളവേല. ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ സമയം 6:30 മണി. അപ്പോൾ എങ്ങനെയുണ്ട് കാളവേല? കളറല്ലേ? അപ്പോൾ ഇനി പൂര വിശേഷങ്ങളായി കാണുന്നവരെ ബൈ.